നരേന്ദ്രമോദി ജൂൺ 4 വീണ്ടും അധികാരത്തിലേറും. ഏറില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗമുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി തന്നെ വീണ്ടും വരും. ഇനി എത്ര സീറ്റ് എന്ന് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ മോദി തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ടേം എന്ന് പറയുന്നത് വെറും ട്രെയിലർ മാത്രമായിരുന്നു. സിനിമ എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേമിലാണ് വരാൻ പോകുന്നത്. അതായത് രാജ്യത്തെ നടുക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവിയിലേക്ക് ഉതകുന്ന പല മികച്ച തീരുമാനങ്ങളും സ്ഫോടനാത്മകമായിട്ടുള്ള തീരുമാനങ്ങളും ഈ മൂന്നാമത്തെ ടേമിലാണ് വരാൻ പോകുന്നത് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് ഒന്ന് യൂണിഫോം സിവിൽ കോഡ്, രണ്ടാമത് പോപ്പുലേഷൻ ബില്ല്, അതായത് ജനസംഖ്യാ നിയന്ത്രണ ബില്ല് എന്ന് പറഞ്ഞ ഒരു സാധനം വരാനുണ്ട്. അതുപോലെ പല കാര്യങ്ങളും രാജ്യത്ത് വരാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ മനസ്സിൽ എന്താണെന്ന് മോദിക്ക് മാത്രമേ അറിയാവൂ. എന്തായാലും സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്തായിരിക്കും നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേമിൽ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്, പ്രതിരോധ, സാമ്പത്തിക, മറ്റു മേഖലകളിലെല്ലാം? ആദ്യം ഏറ്റവും വിസ്ഫോടനാത്മകമായിട്ടുള്ള യു സി സി നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും. അത് നടപ്പിലാക്കും. അതിൻ്റെ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടതുപോലുള്ള ഇന്ത്യയിൽ ന്യൂനപക്ഷ അധികാരങ്ങൾ, അവകാശങ്ങൾ ധംസിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവസാനം അത് നടപ്പിലാക്കി കുറച്ച് കഴിയുമ്പം ഈ മുസ്ലിം സ്ത്രീകളൊക്കെ തന്നെ കുറേ ആളുകളൊക്കെ അതിനനുകൂലമായി നിലപാടെടുക്കും. അതാണ് ഒരു കാര്യം. വേറെ ഒന്ന്, ഈ NRC ദേശീയ തലത്തിൽ നടപ്പിലാക്കും. പക്ഷെ അത് ഇവിടെ ആസാമിൽ നടപ്പിലാക്കിയ പോലെ എനിക്ക് തോന്നുന്നില്ല. ആസാമിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. അത് സ്പെസിഫിക് കേസാണ്. ആ രീതിയിൽ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിബന്ധനകളോടുകൂടി ആയിരിക്കില്ല. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതി നടപ്പിലാക്കാൻ സാധ്യത. സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഹോമിൽ നടപ്പിൽ ഞാനൊക്കെ ചിലപ്പോൾ ഇന്ത്യ വിട്ട് കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിലപാടെടുക്കും. കാരണം 18 കോടി അവിടുത്തെ എന്ന് വെച്ചാൽ 60, 70, 50 തെളിവ് കൂടെ എവിടെ പോയി എടുത്തുകൊണ്ട് വരാം. അല്ല, അത് വേണ്ടാന്ന് പറഞ്ഞല്ലോ പിന്നീട്. അല്ല, അവിടെ ആ രീതിയിലാണ് നടപ്പിലാക്കിയത്. അപ്പൊ ആ രീതിയിൽ ഇവിടെ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ പ്രക്ഷോഭം നടന്നത്. ആസാമിലെ കോണ്ടെക്സ്റ്റ് വേറെ അല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ ആ രീതിയിൽ തന്നെ ഇവിടെ നടപ്പിലാക്കും. നമ്മളൊക്കെ ഇന്ത്യ വിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നു എന്നാണ് ഇവിടുത്തെ മുസ്ലിം സ്വാഭാവികമായിട്ട് ഇവിടെ നടപ്പിലാക്കി തുടങ്ങിയല്ലോ. പിണറായി സഖാവ് കരുതൽ തടങ്കൽ പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഇളക്കിയത്. പക്ഷെ അന്ന് അമിത്ഷാ ഒരു ഇലക്ഷന്റെ തൊട്ട് മുമ്പ്, ഇതൊക്കെ പൊളിറ്റിക്സ് കൂടിയാണല്ലോ, ബംഗാൾ ഒരു പ്രസ്ഥാനം നടത്തി നമ്മൾ രാജ്യത്തിന് ഈ ആസാമിൽ നടപ്പിലാക്കിയപ്പോൾ ഇത് രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലത്തും നമ്മൾ നടപ്പിലാക്കും. പക്ഷേ അമിത്ഷാ പറയാതെ വിട്ടുപോയൊരു കാര്യമുണ്ട്. ആസാമിൻ്റെ ആസാം അക്കോർഡിൻ്റെ ഭാഗമായിട്ട് വന്ന NRC പോലെ അതേ നിബന്ധനകൾ തന്നെ എനിക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല. അതാണോ അല്ലേന്ന് പറഞ്ഞില്ല. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കും. ആണോ അല്ലേന്ന് പറയാതിരുന്ന അവിടെ ഹിന്ദു കൺസൾട്ടേഷൻ ഉണ്ടാക്കി വോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മൂപ്പര് വെറുതെ വിട്ടോന്നല്ലത്. ശരി, ഇത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ആ രീതിയിൽ അത് എല്ലാ പ്രദേശങ്ങളും കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതാണ്ട് പുതിയ സെൻസസ് 18 കോടി മുസ്ലിം, 14 to 18 കോടി മുസ്ലിംസാണ് ഇന്ത്യയിലുള്ളത്. വെച്ചാൽ പാകിസ്ഥാൻ ജനസംഖ്യനെക്കാട്ടും ഒരു പക്ഷേ കൂടുതലായിരിക്കും. അപ്പം ആ രീതിയിൽ അത് നടപ്പിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ പറയുമ്പം പിന്നെ ഈ BJP-നെ പറ്റി, മോഡിയെ പറ്റി ഇവരൊക്കെ പറയുന്നത് ശരിയാണെന്ന് രീതി തന്നെ ഉണ്ട്. കാരണം യൂസഫ് അലി സാവും ഞാനൊക്കെ ഇന്ത്യ വിട്ട് പോകേണ്ടി വരും. ആ രീതി നടപ്പിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അവർ പറയുന്നതാണോ ശരി, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പിന്നെ ജനസംഖ്യ നിയന്ത്രണം ഇല്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഹിന്ദുസിനിടെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ പ്രശ്നമാണ്. അവിടെ എത്ര ആമ്പിള്ളേരുണ്ടാകും അത്രയും ഗുണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. കാരണം ഗ്രാമീണ മേഖലയിലേക്ക് ഇപ്പം യന്ത്രവൽക്കരണം കൃഷിരംഗത്തൊന്നും പൂർത്തിയായില്ല. മഹാഭൂരിപക്ഷം ആളുകൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടി, ആൺകുട്ടി തന്നെ വേണം അവർക്ക്. പെൺകുട്ടി ഉണ്ടായൊരു കാര്യമല്ല. പെൺകുട്ടികൾ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അപരാധം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു സംഭവമാണ്, ഒരു ബാധ്യതയായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അത് ഒരു പ്രശ്നം അവിടെ തന്നെ ഉണ്ടാവും. അത് സൂക്ഷിച്ചും കണ്ടേ കൊണ്ടുവരുള്ളൂ. കാരണം അത് RSSന്റെ കൺസെന്റ് കൂടി വേണ്ടി വരും. കാരണം അത് മുസ്ലിങ്ങളെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യുന്ന തോന്നാമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെയാണ്. പക്ഷെ അതിന് കൂടുതൽ ശബ്ദം ഉയർന്നു വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിന്നാണല്ലോ. എങ്ങനെ ഈ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഫോർ എക്സാമ്പിൾ പറയാം, ഈ സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ ഭയങ്കര ബഹളമായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് വെച്ചാൽ ഈ എന്ത് പറഞ്ഞാലും അതൊക്കെ ഒന്ന് നോക്കിക്കണ്ട് പതുക്കെ പിന്നെ ഒരു നിലപാട് പറഞ്ഞാൽ മതി. അല്ലെ ആദ്യം തന്നെ പറയുമ്പോൾ എന്ന് വെച്ചാൽ സത്യത്തിൽ അതിന് അവർക്ക് വേണ്ടത്. ഇപ്പോൾ മോഡി അമിത്ഷാ ഒക്കെ തന്നെ അവർക്ക് ആഫ്റ്റർ ഓൾ ദ പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പറയുന്നത് വിശുദ്ധന്മാരൊന്നുമല്ല, പൊളിറ്റീഷ്യൻസ് ആണ്. ഒരേ സംബന്ധിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ അവർക്ക് ഓരോ സ്ട്രാറ്റജി. മുസ്ലിംസ് ഇതിലൊക്കെ ചാടിക്കതെന്ന് അവർക്ക് അറിയാം. അപ്പം മുസ്ലിംസ് ചാടിക്കതയില്ലെങ്കിൽ സെക്കുലർ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവരെ ഓടിക്കും പാവങ്ങളെ. അന്നേരം ഈ പറയുന്നതിനെ മാതിരി കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി പറയുന്ന ആളുകളുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി ചാടി പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി. ഉത്തരേന്ത്യ ഞങ്ങൾക്ക് അറിഞ്ഞൂടായിട്ടാണ്. അവിടെ ആമ്പിള്ളേരെന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. എത്ര ആമ്പിള്ളേരുണ്ടാവും അത്രയും കുടുംബത്തിന് അസറ്റാണ്, കൂട്ടുകുടുംബങ്ങളാണ്. അതുകൊണ്ട് അത്ര എളുപ്പം ബില്ല് കൊണ്ടുവരാൻ സാധ്യതയില്ല. പിന്നെ വേറൊരു സാധനം വരാൻ സാധ്യതയുള്ളത് വെച്ചാൽ ഈ കൺവേർഷൻ
നിരോധിച്ചുകൊണ്ട് നിയമം വരും. അത് അത്യാവശ്യമാണ്. കാരണം ഇന്ത്യയിൽ വളരെ സംഘടിതമായ രീതിയിൽ കൺവേർഷൻ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ. ഇത് കോൺഗ്രസിൻ്റെ അണ്ടറിലാണ് നടന്നത്. കോൺഗ്രസും ജനതാദളും വാജ്പേയിയൊക്കെ ഭരിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ കണ്ടിന്യൂസ് ആയി ബ്രിട്ടീഷുകാരുടെ അണ്ടറിലല്ല കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടി വന്നത്. ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടുന്ന ഒരു പ്രശ്നമൊന്നുമല്ല, പക്ഷേ അത് വലിയൊരു അമേരിക്കയുടെ ഒരു ജിയോ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അത് വരുമ്പോൾ, ജിയോ സ്ട്രാറ്റജിക്കൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അത് വരുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ബർമയും കൂടിയിട്ടുള്ള ട്രൈ ജംഗ്ഷൻ, അവിടെയാണ് ആ പ്രദേശത്ത് ഒരു പിന്നെ അമേരിക്കൻ സ്പോൺസേർഡ് രാജ്യം, ക്രിസ്ത്യൻ രാജ്യം എന്ന നിലയിൽ കൊണ്ടുവരിക. അപ്പോൾ അവർ ഇന്ത്യനെ ചൈനയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സാധനമായിട്ട് അത് ഉപയോഗിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നോർത്ത് ഈസ്റ്റ് വഴി ഈസ്റ്റേൺ കോസ്റ്റ് വഴി പതുക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, അതായത് ഇപ്പോഴും ഉണ്ട്, ഇപ്പം ഇപ്പോൾ RSS ഏകാധ്യാപക വിദ്യാലയങ്ങളൊക്കെ നോർത്ത് ഈസ്റ്റിനും ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും ഇത്രയും വ്യാപിപ്പിക്കാൻ കാരണം അതാണ്. കാരണം വിദ്യാഭ്യാസം കൊടുക്കണം, അത് നമ്മുടെ ഗവൺമെൻറ് കൊടുത്തില്ല, നമ്മുടെ നാട്ടുകാർ കൊടുത്തില്ല. ഇവർക്ക് ഇത് ക്രിസ്ത്യൻ മിഷണറീസ് കൊടുക്കുന്നതിന് വിത്ത് അമേരിക്കൻ ഫണ്ട്. എന്നാൽ നമ്മൾ പറയുമ്പോൾ റോമൻ ക്രിസ്ത്യൻസൊന്നും അല്ല, അമേരിക്കൻ പെന്തക്കോസ്റ്റ് ബാപ്റ്റിസ്റ്റ് വിഭാഗങ്ങളാണ്. അപ്പോൾ ആസാം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വളരെ സംഘടിതമായ രീതിയിൽ എന്ത് നടക്കുന്നുണ്ട്, കൺവേർഷൻ നടക്കുന്നുണ്ട്. അതിങ്ങനെ വന്നുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഇറങ്ങി വന്ന് ബംഗാൾ, ആസാം, തമിഴ്നാട് ഇപ്പം ഇതിനൊക്കെ സപ്പോർട്ടീവാണ്. ആന്ധ്ര, കേരളത്തിൻ്റെ കോസ്റ്റൽ ബെൽറ്റ് വഴി അങ്ങ് പിന്നെ കൊങ്കൺ റീജിയൻ വഴി അങ്ങ് പാകിസ്ഥാനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് ഇന്ത്യക്ക് ചുറ്റും ഉണ്ടാക്കുക എന്നുള്ള പ്ലാനുണ്ട്. അത് ശരി. അത് കഴിഞ്ഞ ദിവസം പിന്നെ ഷെയ്ഖ് ഹസീന അതിനെപ്പറ്റി എന്തോ പറയുന്നതും കേട്ടു. അതിന് പിന്നിൽ അമേരിക്കയാണ്, ക്രിസ്ത്യാനിറ്റി പോലും അല്ല. അമേരിക്കയ്ക്ക് നേരെ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യം ഇവിടെ വെക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും, മതത്തെ ഉപയോഗിക്കും. അപ്പോൾ അമേരിക്കൻ സ്പോൺസേഡ് ക്രിസ്ത്യാനിറ്റിയാണ് പെന്തക്കോസ്റ്റ് ആൻഡ് ബാപ്റ്റിസ്റ്റുകൾ, അവരുപയോഗിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ അത് വലിയ വിഷയമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് അപ്പുറത്താണ് കൺവേർഷൻ. പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്നാൽ ഇപ്പം 0.5% കണ്ടാൽ ഇപ്പം 2%, 3% ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ റെയിൽവേയിൽ തീവണ്ടിയിൽ ഇപ്പോൾ അതേ കൂടെ പോകുമ്പോൾ കാണാം, പല സ്ഥലത്തും കുരിശ് വെച്ചതാണ്. ഇത് കേരളത്തിലുള്ളതുപോലെ പുരാതന കാലം തൊട്ടേ ഉള്ള ക്രിസ്ത്യൻ പോപ്പുലേഷൻ അല്ല. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷമാണ്. ബ്രിട്ടീഷുകാരുടെ സമയത്തും അല്ല, അവർക്ക് പേടിയായിരുന്നു, കാരണം ഹിന്ദുസ് തിരിച്ചടിക്കുന്നുള്ളൂ. ഇത് കോൺഗ്രസിൻ്റെ അണ്ടറല്ല. ഇതാണ് RSS പറയുന്നത്, നെഹ്റുവിന് പറ്റിയ അബദ്ധം എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണ്. കാരണം ഒരാൾ മതമൊക്കെ പഠിച്ചിട്ട് മതം വാങ്ങുന്നത് തെറ്റൊന്നല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയ ആളുകളുണ്ട്. പക്ഷെ അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു താല്പര്യം, നിങ്ങളൊരു എന്താണ് സാമ്പത്തിക അവസ്ഥയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട്, നിർബന്ധമില്ല, സഹായമൊക്കെ ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തുക, ആ മതത്തിന്റെ സത്യങ്ങൾക്ക് തന്നെ എതിരാണ്. കാരണം ഇവരൊന്നും ഈ മതങ്ങൾ പഠിച്ചിട്ടില്ല. അത് വരും അമേരിക്കക്കാരൊക്കെ എതിര് പറയും. പക്ഷേ ഇപ്പം RSSനെയും BJPയെ സംബന്ധിച്ചും ബേസിക്കലി എന്താണ്, ബേസിക്കലി ഇവിടെയുള്ള സംസ്കാരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഹിന്ദു പോലും അല്ല, ഇവിടെയുള്ള ബേസിക് ഒരു സംസ്കാരം ഉണ്ടല്ലോ ഇന്ത്യയിൽ, അത് പിന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട. അത് നിങ്ങൾക്ക് RSS മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം, ഇത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇന്ത്യൻ സംസ്കാരം അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു പ്രൊട്ടക്ട് ചെയ്യാനൊരു സംവിധാനമല്ല. ഇപ്പം മുസ്ലിംസിന് മിലിറ്റന്റ് വിങ് ഉണ്ട്, ക്രിസ്ത്യൻസിനാണെങ്കിൽ അതിന് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിനതില്ല. അതുകൊണ്ടാണ് കൊറിയ എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിസ്റ്റ് രാജ്യമാണ്, ഇപ്പം ക്രൈസ്തവ രാജ്യമാണ്. ഇപ്പോൾ അടുത്ത് നടന്നൊരു സർവേ കാണിച്ചിരിക്കുന്നത് ഈ മൈനോറിറ്റി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവേ. അതിലാണ് ഇന്ത്യയിൽ മൈനോറിറ്റി എണ്ണം കൂടുമ്പോൾ അടുത്ത പ്രദേശങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങൾ. ആഫ്രിക്കയിൽ ഏതാണ്ട് 26 രാജ്യങ്ങൾ 60 സെൻസസിനനുസരിച്ച് എനിമിസ്റ്റായിട്ട് ഹിന്ദു മതം പോലുള്ള മതങ്ങളായിരുന്നു. ഇപ്പം അതെല്ലാം തന്നെ പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി മതാധിഷ്ഠിത രാജ്യങ്ങളാണ്. അതും പുറത്തുനിന്ന് വന്നിട്ടുള്ള മതങ്ങൾ. ഏതായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യാവുന്നതാണ്, സെമിറ്റിക് മതങ്ങളിലെ ആളുകളാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് തന്നെ നാളെ ഇന്ത്യക്ക് സംഭവിക്കും, ഇത് തന്നെ നാളെ ജപ്പാനും സംഭവിക്കും, ചൈനയ്ക്ക് ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന എന്തോരം തിരിച്ചടിക്കുക. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഈ അത് വന്നോട് കൂടിയിട്ട് അവിടെയുള്ള ലോക്കൽ സംസ്കാരത്തിന്റെ പിടി പതുക്കെ അയഞ്ഞു തുടങ്ങി. ഈ ലോക്കൽ സംസ്കാരത്തിൽ നിന്നാണ് ഇതിനെതിരെയുള്ള റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഇതിനെതിരാണ്. പക്ഷെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോക്കൽ സംസ്കാരത്തിന്റെ പിടി കഴിയുമ്പോൾ അവിടെ പെട്ടെന്ന് ഇടിച്ചു കയറുക. മനുഷ്യന്റെ ഒരു ആത്മീയമായ ശൂന്യതയുണ്ട്, ആ ശൂന്യതയിലേക്കാണ് ഇടിച്ച്. ഇപ്പൊ വലിയ സിനിമാ നടികൾ, വലിയ ജാതിപ്പെട്ട ആളുകൾ ഇവിടെ ഒരു ദിവസം ബൈബിളൊക്കെ വായിച്ച് മതമാനങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരാൾ ബൈബിളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളാണ്. ജീസസിനെ നമുക്ക് എവിടെ എതിർക്കാൻ പറ്റില്ല. ജീസസ് ഒരിക്കലും യുദ്ധത്തെ പറ്റിയിട്ടോ അക്രമത്തെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കാരിഡായി പോകും. മനസ്സിലായില്ലേ? പക്ഷേ ഇത് മറ്റു മതങ്ങളുണ്ട്. പക്ഷേ ഹിന്ദു മതം ഇപ്പം ഗീതയൊക്കെ വായിച്ചത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അവിടേക്കാണ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഒരു സിനിമാ നടി മതം ഞാൻ കുറ്റം പറഞ്ഞില്ല, അവർക്ക് അത് വായിച്ച് ആശ്വാസം തോന്നി അവർ വായിച്ചോട്ടെ. പക്ഷെ സംഘടിതമായിട്ട് നിങ്ങളെ ബലഹീനതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യുക, നിങ്ങളെ ദൈവത്തെ ഹനുമാനെ കുരങ്ങ് ദൈവം, പിന്നെ അതുപോലെ തന്നെ ശിവനെ പാമ്പ് ദൈവം എന്നൊക്കെ വിളിച്ച് അപമാനിക്കുക, ആ രീതിയിൽ അത് തെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു കൺസേൺ ആണ്. RSSന്റെ ഇപ്പോൾ തന്നെ മെയിൻ കൺസേൺ ഇതാ, UCCനെക്കാട്ടും വലിയ കൺസേൺ ഇതാ. അല്ല, UCC മുസ്ലിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിഷയമാണ്, ബേസിക്കലി ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പം അത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത്
വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്തുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഏറ്റവും വലിയ റവല്യൂഷൻ വരാൻ പോകുന്ന അടുത്ത വിദ്യാഭ്യാസ രംഗത്തായിരിക്കുമല്ലോ. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് ആയിരിക്കുമല്ലോ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഇതെങ്ങനെ സ്വീകരിക്കും? ജനങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിച്ചോളും. ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പോലുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ ഇപ്പം തന്നെ നരേന്ദ്രമോദി ഇപ്പോൾ NCERT-യിൽ നിന്ന് പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നു, എടുത്തു മാറ്റുന്നു. ഇപ്പോൾ ഗുജറാത്ത് കലാപം പോലുള്ളവ ഒഴിവാക്കുന്നു, ഞങ്ങളത് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കേരളം വലിയ രീതിയിലുള്ള എതിർപ്പ് ശിവൻകുട്ടിയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ സമയത്ത് ഇതിനുള്ളൊരു ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കാലോചിതമായ പൊളിച്ചെഴുത്ത് വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമാണ്. നമ്മുടെ സംസ്കാരത്തിന് ഒക്കെ വലിയ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ മണ്ടത്തരം പഠിപ്പിക്കരുത്. പ്ലൂട്ടോണി ചാണകത്തിന് പ്ലൂട്ടോണി ഉണ്ടാക്കുക ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. ആ സിലബസ് നാഷണൽ സിലബസ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ അത് രാജ്യത്തെ പിന്നോട്ട് നയിക്കും. ജവഹർലാൽ നെഹ്റുവിന് എന്തൊക്കെ ഒരു ഗുണം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ മോഡേൺ വെസ്റ്റേൺ ടൈപ്പിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു, IITs ഒക്കെ കൊണ്ടുവന്നു. അതിന്റെ ഗുണം നമ്മുടെ രാജ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നന്ദൻ നീലേക്കരിയും മറ്റേ സുന്ദർ പിച്ചൈയൊക്കെ ഇവിടെ ഉണ്ടായത്. അതല്ലാതെ ഈ പ്ലൂട്ടോണിയം ചാണകത്ത് ഉണ്ടാക്കും ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ? അല്ല, ചില സ്കൂളുകളൊക്കെ ലോക്കൽ സ്കൂൾ ഗുജറാത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് രണ്ടുപേരും കേട്ടതേ ഉള്ളൂ, കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില ടെലിവിഷൻ ഡിബേറ്റുകളൊക്കെ BJP നേതാക്കന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കറിയാം, BJP നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നു, സിലബസിൽ ചില സ്ഥലത്തൊക്കെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ കോപ്പിയൊക്കെ കണ്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആശ്വാസകരമല്ല. സയന്റിഫിക് ആയി വേണം. പിന്നെ ചരിത്രം പുതിയതായിട്ട് ഉണ്ടാക്കരുത്. ചരിത്രം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്ര രേഖകൾ വേണം. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ വേണം. അല്ലെ നിങ്ങൾ പുതിയ ചരിത്ര രേഖയും കൊണ്ടുവന്നേക്കുന്നത്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ വേണം ചരിത്രം പഠിക്കാൻ. അല്ല, ഇപ്പൊ കോൺഗ്രസിന്റെ കാലത്ത് പോലും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ തമസ്കരിക്കപ്പെട്ടല്ലേ കോൺഗ്രസിന്റെ കാലത്ത് പറഞ്ഞ ചരിത്രത്തിൽ ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കട്ടെ, കോൺഗ്രസ് ഉണ്ടാക്കിയ വിദ്യാഭ്യാസ നയത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലേ എന്ന് പറയാൻ അതിഭീകരമായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ നയം ബേസിക്കലി കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ഇത് മെക്കാളയുടെ കാലഘട്ടം സാഹിബ് ഉണ്ടായിക്കൊണ്ടാണ് വിദ്യാഭ്യാസം. അത് ബേസിക്കലി ഇവിടെ കുറെ അവർക്ക് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന. പക്ഷെ അതിന്റെ ഗുണമെന്ന് വെച്ചാൽ അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന സയൻസും അവരുടെ ചരിത്രബോധമൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. മനസ്സിലായോ? അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1920-കളിൽ സിന്ധു നാഗരികത കണ്ടെത്തുന്നത്. അതോടുകൂടി അത് അതിന്റെ ഭാഗത്തായി, അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് വന്നു. മുമ്പ് വെച്ചാൽ ഇന്ത്യൻ നാഗരികത തുടങ്ങുന്ന വേദത്തോടു കൂടിയായിരുന്നു. പിന്നെ അത് പിന്നെ 3000 വർഷം പിന്നോട്ട് പോയി. നമ്മൾ എന്ത് പറയുന്നത് 5000 വർഷത്തെ ചരിത്രത്തിലേക്ക് പോയി. അപ്പൊ അത് നിരന്തരം കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട്. സയന്റിഫിക് ആയി തന്നെ പോയത്. കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നെഹ്റു കുടുംബത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആധുനിക കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ നെഹ്റുവിന്റെ ആത്മകഥ താരാചന്ദ്, അതിലും നെഹ്റുവിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു ഒരു ഏവറേജ് സ്റ്റുഡന്റ്, ഡൂൺ സ്കൂൾ, അങ്ങനെയൊക്കെ സത്യസന്ധമായിട്ട് എഴുതിയിട്ടുള്ളൂ. അല്ലാതെ വലിയ ഹൈപ്പൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ തമസ്കരിക്കപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി വലിയ രീതിയിൽ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ദളിത് വിഭാഗങ്ങൾ, അതുപോലെ ഗിരിവർഗ വിഭാഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മഹാഭാരതം രാമായണമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് രാമായണ മഹാഭാരതം പഠിക്കാം. പക്ഷേ രാമായണ മഹാഭാരതം കണ്ണുമടച്ച് കംപ്ലീറ്റ് ചരിത്രം എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കംപ്ലീറ്റ് ചരിത്രമല്ല, അതിൽ കഥയും ചരിത്രവും കൂടി കൂടിയുള്ള ഫ്ലെക്സ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ വേണം പഠിപ്പിക്കാം. അപ്പൊ ആ രീതിയിലുള്ള ചില പൊളിച്ചെഴുത്തുണ്ടാവും. പക്ഷെ പൊളിച്ചെഴുത്തുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാവണം. എന്തും ഏതും ചരിത്രമാകുന്നതും എന്തും ഏതും സയൻസ് ആവുകയും നമ്മളെ ഡിബേറ്റുകൾ എന്ന് പറയുന്നത് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ രാജ്യം പിന്നോട്ട് പോകും. അവിടെ ജൂതന്മാരാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അവന്മാരുടെ ചരിത്ര സംസ്കാരമൊക്കെ പഠിക്കുന്നുണ്ട്, സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കുന്നു. രണ്ടായിട്ട് തന്നെ പിരിച്ചു പഠിപ്പിക്കണം, അല്ലെങ്കിൽ താലിബാനായി. വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചത് അവസാനിപ്പിക്കാം. മൂന്നാമതൊരു കാര്യം, ഈ RSS പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്നത് രാജ്യത്തെ ഈ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഹൈന്ദവർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സത്യപാൽ മാലിക് MP ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് അത് അടുത്ത തവണ നരേന്ദ്രമോദി വരുമ്പോൾ നടപ്പാക്കും എന്നൊരു ഖ്യാതി വരുന്നുണ്ട്. അപഖ്യാതിയാണോ എന്നറിയില്ല. ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ക്ഷേത്രങ്ങളെ പൂർണ്ണമായിട്ടും മോചിപ്പിച്ച് അവരെ ഒരു സ്വയംഭരണമായ ഇപ്പൊ ദേവസ്വം ബോർഡ് സ്വയംഭരണം, ക്ഷേത്രങ്ങളുടെ വാടിഞ്ഞു വിടുക എന്നുള്ള രീതിയിലേക്ക് ഒരു നീക്കം ആ സമയത്ത് വരാൻ പോകുന്നു എന്നൊരു സംഭവം വരുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം വരാൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പിന്നെ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാക്കുന്ന ഒരു ബില്ലും വരാം. ഇത് രണ്ടു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം അമ്പലം വിഴുങ്ങുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ പല ക്ഷേത്രങ്ങളിൽ കേസുകൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അമ്പലം വീങ്ങുകളായിട്ട് ബന്ധപ്പെട്ടില്ല. നിങ്ങൾ വിശ്വാസം എന്ന് വിചാരിച്ചാൽ അമ്പലം വീങ്ങാതിരിക്കുകയും ചെയ്യില്ല. ഇപ്പോഴും സംഭവിക്കുന്നത് അമ്പലം വീങ്ങുകൾ ഉണ്ട് എന്നുള്ളതാണ്. അന്നും ഉണ്ടായിരുന്നു അമ്പലം വീങ്ങുകൾ. അപ്പൊ ഗവൺമെന്റ് ഉള്ളവർ പണ്ടത്തെ പോലെ വീങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇത് അമ്പലം വീങ്ങുകളായി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത്രയുള്ള കാര്യം, അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.